ഹായ് ഫ്രണ്ട്സ്, നിലാവ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആലപ്പുഴ സ്വദേശിനിയാണ്. 3 മണിക്ക് 19കാരിയായ യുവതിയെ ഷൈജു എന്ന് പറയുന്ന ഒരാൾ വളരെ ക്രൂരമായി തന്നെയാണ് മർദ്ദിക്കുന്നത്. നടു റോട്ടിലിട്ട് മുടിക്ക് പിടിച്ച് വലിക്കുന്നു, തലയിട്ടുണ്ടായി റോട്ടിലിടിക്കുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു. അങ്ങനെ ആ കുട്ടിയെ ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ മാക്സിമം ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയാസിൽ പ്രചരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന് ദൃക്സാക്ഷികളായി നിരവധി പേരുണ്ട്. അപ്പൊ എല്ലാവരെയും മുമ്പിലിട്ടാണ് ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. നിലാവ് എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷൈജു എന്ന് പറയുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ കൂടെയുള്ള ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടി പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഈ കുട്ടിക്ക് സഹോദരന്മാരുണ്ട്. ഈ പെൺകുട്ടിക്ക് തന്നെ 19 വയസ്സുള്ള അവരുടെ സഹോദരന്മാർ അതിലും ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. അവർക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ല. അപ്പൊ അവരുടെ ഒരു കൂട്ടുകാരന്റെ ഫോണിൽ നിന്നും ഈ ഷൈജുവിന്റെ മകനെ കളിക്കാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കളിക്കാൻ വിളിച്ചപ്പോൾ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് അതിന് മുമ്പത്തെ കാര്യങ്ങൾ അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പോലീസ് കേസ്, പോലീസിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കേസ് അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് ശേഷം 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ പോലീസ് 2 കൂട്ടരെ വിളിച്ച് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു ഒരു താക്കീത് കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ വീണ്ടും ഈ ഒരു പ്രശ്നം വഷളാകില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഈ പ്രശ്നം വഷളായെന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് ക്രൂരമർദ്ദനമാണ് ഏറ്റത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ സഹോദരന്മാർ ആ വഴി പോയപ്പോൾ ഈ ഷൈജു എന്ന് പറയുന്ന ആളും അതുപോലെ വേറൊരാൾ അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ട്. അതിവരെ കണ്ടപ്പോൾ ഇവർ ഓടി വന്ന് പിടിച്ചു നിർത്തി ഈ നിലാവിന്റെ സഹോദരന്മാരെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പൊ ഈ സഹോദരന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടി ഓടി വന്നത്. അങ്ങനെ അവരെ പിടിച്ചു മാറ്റാൻ വന്ന കുട്ടിക്കാണ് ഈ ഒരു ക്രൂരമർദ്ദനം ഏറ്റതെന്നാണ് ആ കുട്ടി പറയുന്നത്. അല്ലാതെ ഈ ഷൈജിന്റെ വീട്ടുകാർ ഇതിന് പ്രതികരിച്ചിട്ടില്ല. നമുക്ക് മറ്റ് അപ്പുറത്തുള്ള ആൾക്കാരുടെ ഭാഗം നമുക്ക് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ആരുടെ ഭാഗത്താണ് ശരിയെങ്കിലും ഒരു പെൺകുട്ടി, അതും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 19 അല്ല 29 അല്ല 59 ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നത് ശരിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനല്ലേ പോലീസും കോടതി. ഇനി അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലീസ് ഷൈജു എന്ന് പറയുന്ന ആൾക്ക് കേസ് കൊടുക്കാം, അല്ലെ? ഇനി അഥവാ ഈ പെൺകുട്ടിയുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ ഈ ഷൈജു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കി എന്നിരുന്നാൽ പോലീസിനെ വിളിക്കാൻ, കേസ് എടുക്കുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ നമ്മൾ തല്ലിയാണോ തോപ്പിക്കേണ്ടത്? അവരെ തല്ലി ഉപദ്രവിക്കാൻ ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇയാൾ ആരാണ്? എന്നാ പിന്നെ പോലീസിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? പോലീസിന്റെ ആവശ്യമില്ലല്ലോ. പോലീസിന്റെ ആവശ്യമില്ല, കോടതിയുടെ ആവശ്യമില്ല, കേസിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് ഒരാളോട് വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്, നമ്മൾ ആരെങ്കിലും നമ്മൾക്ക് അത് നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം ആള് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പുള്ളി ശരിക്കും ശരിക്കും ആ കുട്ടി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ആ വീഡിയോ കാണുമ്പോൾ കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ സ്വയരക്ഷയ്ക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു വേർഡ് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാമല്ലോ. അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നല്ല ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടാവാം. നമുക്കിത് വ്യക്തമായ കാര്യം അറിയില്ല. കാരണം ഈ കുട്ടി എല്ലാവരും അവരവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ച് സംസാരിക്കുള്ളൂ. എന്നിരുന്നാലും ആ കുട്ടിയും പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞങ്ങളും ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞങ്ങളും അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്, അവരും ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഉപദ്രവം തുടങ്ങിയത് അവരാണെന്ന് കുട്ടി പറയുന്നുണ്ട്. ഇനി അഥവാ ഇവര് ഉപദ്രവം തുടങ്ങിയെന്ന് തന്നെ വിചാരിക്കട്ടെ, ഈ പെൺകുട്ടി ഇങ്ങനെ ആൺകുട്ടികളെ തല്ലുന്നുണ്ട് അവര്, അത് നമ്മൾ കാണുന്നുണ്ട്. ഈ പെൺകുട്ടി റോഡിലൂടെ വലിച്ചഴച്ച് മുടിക്കുത്തി പിടിച്ച് വലിച്ച് താല കൊണ്ട് ഇടിക്കുന്നു, എന്തൊക്കെ ഉപദ്രവമാണ് ചെയ്യുന്നത്? അതൊക്കെ ആൾക്കാർ നോക്കി നിന്ന് വീഡിയോ എടുക്കുകയാണ്. അത് മാത്രമല്ല, ഒരു KSRTC ബസ് അവിടെ റോഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ബസ്സിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു മർദ്ദനം കണ്ടിട്ട്. നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതല്ല, ഈ 3 മണിക്ക് ഒരു സംഭവം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അടക്കം കൊണ്ടേ പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടും യാതൊരുവിധ കേസുകളും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതിനുശേഷം ഇത് മീഡിയാസിലെല്ലാം വന്നു, മീഡിയാസിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇത്ര സമയമായിട്ടും പോലീസുകാർ കേസ് എടുത്തില്ല എന്ന് പറഞ്ഞ് പല മീഡിയാസുകാരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ ആയി, കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് SP-യുടെ നിർദ്ദേശപ്രകാരം FIR ഇട്ടത് എന്നാണ് അറിഞ്ഞത്. എന്തായാലും FIR ഇട്ടിട്ടുണ്ട്, എന്താവുമെന്നും നമുക്കറിയില്ല. പക്ഷെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഈ കുട്ടിയുടെ സഹോദരന്മാരെ പേരിൽ തെറ്റുണ്ടെങ്കിൽ അവരാണെങ്കിലും ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ പോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആര് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരെ തല്ലിക്കൊല്ലാൻ അല്ലെങ്കിൽ തല്ലി നന്നാക്കാനൊന്നും നാട്ടുകാർ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഒരു പെൺകുട്ടിയെ, ആ കുട്ടി പറഞ്ഞ അനുസരിച്ച് ഈ ഒരു ബഹളം കണ്ടിട്ട് ഓടി വന്ന് പിടിച്ചു മാറ്റാൻ വന്നൊരു കുട്ടിയായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം പോലീസുകാർ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നു, ഈ കുട്ടി വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഈ പോലീസുകാർ ഷൈജുവിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഷൈജുവിന്റെ സഹോദരി പറഞ്ഞതനുസരിച്ച് ഇതിലൊന്നും ഇല്ലാത്ത നിരപരാധിയായ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞത് നിലാവെന്ന് പറയുന്ന ഈ കുട്ടിയാണ്.
അപ്പോ ഇതിൽ നിന്നൊക്കെ എന്ത്, അതായത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ അതും റോട്ടിലിട്ട്, ഈ ഷൈജു എന്ന് പറയുന്ന ആളുടെ വീട്ടിലിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം അവരുടെ വീട്ടിൽ കയറി ചെന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അപ്പൊ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്തു എന്നൊക്കെ പറയാം. ഇത് അങ്ങോട്ടും നടു റോട്ടിൽ വെച്ച് KSRTC ബസ് പോകുന്ന ഒരു നടു റോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോ കേസ് എന്തായാലും FIR ഇട്ടു, അത് അന്വേഷിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോട്ടെ. പക്ഷെ എന്ത് തന്നെയായാലും ആ കുട്ടി പറയുന്നതനുസരിച്ച് ഷൈജു എന്ന് പറയുന്ന ആള് പേരിൽ നിരവധി കേസുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, അയാൾ പകലൊന്നും പുറത്തിറങ്ങാറില്ല, രാത്രി മാത്രമാണ് പുറത്തിറങ്ങുന്നത്. അത് മാത്രമല്ല പല ആൾക്കാരെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുക, സ്ത്രീകളെ കയറി പിടിക്കുക, ഇതൊക്കെയാണ് അയാളുടെ സ്വഭാവം. ആ കുട്ടി പറഞ്ഞത് ദേഷ്യത്തിന്റെ പുറത്തിൽ പറഞ്ഞതാണോ അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യമാണോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ല. നമ്മൾക്ക് വ്യക്തമായിട്ട് അതൊന്നിനെ കുറിച്ച് അറിയില്ല. ആ കുട്ടി പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അയാൾക്ക് ആ കുട്ടിയെ മർദ്ദിക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല. ഓക്കെ, അപ്പൊ പോലീസ് കേസ് നല്ല രീതിയിൽ അന്വേഷിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു ദുഃഖകരമായൊരു വാർത്ത കൂടി എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല, മലപ്പുറത്ത് ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ ഒരു പറ്റം ആൾക്കാർ ചേർന്ന് മർദ്ദിച്ചു. അത് വളരെ വിഷമകരമായ ഒരു അവസ്ഥ. എനിക്കത് ആ ഒരു വീഡിയോ കാണാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് പറയാം. ഈ ഒരു കുട്ടി, ഭിന്നശേഷിക്കാരനെ കുട്ടി, ഇലക്ട്രിക് വണ്ടി ഉണ്ട് അതിന്, ആ കുട്ടി വണ്ടിയിൽ ആ ഇലക്ട്രിക് സ്കൂട്ടറിൽ ആ കുട്ടിയുടെ ബന്ധുവിന്റെ വീട്ടിൽ പോയതാണ്. ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് സ്കൂട്ടറിൽ ചാർജ് കഴിയുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയെന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികൾ അത്രമാത്രം ചിന്തിച്ച് ഒരു വീട്ടിൽ അങ്ങനെ കയറി ചെന്നൊന്നും ചെയ്യാൻ പാടില്ല. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി ചെല്ലുക, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ കുട്ടിക്ക് അതിനുള്ള തിരിച്ചറിവില്ല. എന്നിരുന്നാലും ഒരു പക്ഷെ വീട്ടുകാർ ഭയന്ന് കാണും. കാരണം പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് കയറി വരുമ്പോൾ ആരാണെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ബഹളം വെച്ചിട്ടുണ്ടാവാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും കുറെ ആൾക്കാർ, അതായത് കുറെ ആളുകൾ വരുന്നു. അതിനുശേഷം ഈ കുട്ടി അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക്, ഈ കുട്ടി പറയുന്നത് മൊബൈലല്ല, ഈ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് തീർന്നപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയതാണെന്ന് പറയുന്നു. വന്ന ആൾക്കാർ ഇവന് MDMA അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയാണ്. അതും ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഒരുപാട് മർദ്ദനം അതിനേറ്റിട്ടുണ്ട്. അപ്പൊ അവിടെ കൂടി നിന്ന് മറ്റാൾക്കാർ പറഞ്ഞത്രേ ഈ കുട്ടിക്ക് ഭിന്നശേഷിയുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, അപ്പൊ അതിനെ ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞു. ഇനി അഥവാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും സുഹൃത്തുക്കളെ, ഇനി അഥവാ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി, ശരിയാണ്, ചിലപ്പോൾ അവിടെയുള്ള ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എനിക്കറിയില്ല, അതൊന്നും അല്ല ഞാൻ പറയാണ്, ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നിരിക്കട്ടെ, ശരിയാണ്, നമ്മൾ ആ ഭയം കൊണ്ട് നമ്മുടെ സ്വയരക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. ഇത് ഒരു പറ്റം ആൾക്കാർ കയറി വന്നു, അതിനെ കൊണ്ടുപോയി ഗ്രൗണ്ടിലിട്ട് ഒരുപാട് മർദ്ദിക്കുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ പിടിച്ചതിന് പോലീസിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? അത്രമാത്രം തല്ലേണ്ട ആവശ്യമുണ്ട്. അതല്ല എനിക്ക് വിഷമം വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആ ഒരു കുട്ടി 24 വയസ്സുണ്ട്, പക്ഷെ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. അത് ഇത്രയും തല്ല് കൊണ്ടിട്ട് എന്താണെന്നറിയോ, ചിരിക്കുകയാണ്. കാരണം അതിന് വേദന എടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും പറയാനറിയില്ല, വേദന എടുത്താൽ അവർ പറയില്ല. അപ്പോൾ ഇത്രയും തല്ല് കൊണ്ടിട്ടും ആ ഒരു പയ്യൻ ചിരിക്കുകയാണ്. അതിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ ബാപ്പയുടെ അടുത്ത് നിന്ന് ചിരിക്കുകയാണ്. ഇങ്ങനെ ചിരിച്ചിട്ട് ആണ് കാണിക്കുന്നത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി കേട്ടോ. കാരണം അതിനെ കാണുമ്പോൾ തന്നെ അറിയാം അത് ഭിന്നശേഷിക്കാരനാണെന്ന് അറിയാം. അത് ഉപദ്രവിക്കണ ഒരു ടൈപ്പുള്ള ഇതൊന്നുമല്ല. അതിങ്ങനെ ചിരിച്ചിട്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പിടിച്ചൊന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ. നിങ്ങൾക്ക് അറിയാത്ത ആളാണ്, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആരാണെങ്കിലും ഭയക്കും. അതൊക്കെ സമ്മതം ശരി തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അത്രമാത്രം ക്രൂരമായ രീതിയിൽ ഒരുപാട് ആൾക്കാർ ചേർന്ന് തല്ലി ചതച്ച് എന്തുമാത്രം ഉപദ്രവമാണ് അദ്ദേഹത്തിൽ കാണുന്നത്. ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിലുള്ള ആർക്കും യാതൊരു ഉപദ്രവങ്ങളോ ഒന്നും അത് ചെയ്തിട്ടില്ല എന്നുള്ളതും സത്യമാണ്. അപ്പോ എനിക്ക് പിന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കളോട്, ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് ഒരു കാര്യം, നിങ്ങളുടെ മക്കള് ഇങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പുറത്തോട്ട്, അതായത് നമ്മുടെ ആ ഒരു പരിസരം വിട്ട് പുറത്തോട്ട് അവരൊറ്റയ്ക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ പോകുക. കാരണം പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നാൽ, അതിപ്പോൾ ഭിന്നശേഷിക്കാരനാണ് അല്ലെങ്കിൽ ഒന്ന് വീടിൻ്റെ അകത്തേക്കൊക്കെ കയറി ചെന്നാൽ ചിലപ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആരെങ്കിലും വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാണ്ട് ചിലപ്പോൾ ആ കുട്ടി ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു സ്കൂട്ടറിന്റെ എന്താ പറയാ, ചാർജ് തീരുമ്പോൾ അത് അങ്ങനെ ഒരു വീടുകളിൽ കയറി ചെന്ന് ചെയ്യാൻ പാടില്ല. അതിനെ അത്രയും ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല. അപ്പൊ അത് ആ വീട്ടിൽ കയറി ചെന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം നമുക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വിടാതിരിക്കാനും. അത്രമാത്രം വേദന സഹിച്ചില്ലേ. ഞാനിപ്പോ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റു ആൾക്കാർ വരുമായിരിക്കും. എനിക്ക് മനസ്സിലാവും, കാരണം എൻ്റെ വീട്ടിലും എൻ്റെ അനിയനും അതുപോലത്തെ ഒരു കുട്ടിയാണ്.
അപ്പൊ നമ്മൾ അവനെ പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിസരത്ത് മാത്രമാണ് എൻ്റെ അനിയൻ പോകുന്നത്. അവൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്, നടക്കാൻ ഇറങ്ങാറുണ്ട്, റോഡ് വരെയും പോകാറുണ്ട്. പക്ഷെ ആ പരിസരത്തുള്ള ആൾക്കാർക്ക് അറിയാം ഇത് ഇന്ന വീട്ടിലെ കുട്ടിയാണ് എന്നറിയാം. അത് മാത്രമല്ല എൻ്റെ അനിയൻ മറ്റാരും വീട്ടിലേക്കൊന്നും പോകാറില്ല, അവൻ അങ്ങനെ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്നിരുന്നാലും എല്ലാവർക്കും അറിയാം ഇന്ന വീട്ടിലെ കുട്ടിയാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ ആ പരിസരത്ത് മാത്രമാണ് അവൻ പോകുന്നത്. അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിൽ പോകും, ബസ് സ്റ്റോപ്പിൽ അവൻ പോയി നിൽക്കാറുണ്ട്, അവൻ്റെ സ്കൂൾ ബസ് വരുമ്പോൾ കയറി പോകും. അതൊക്കെ അവൻ അറിയാം, അതൊക്കെ അവൻ തനിച്ചാണ് പോകുന്നത്. ചിലപ്പോൾ എൻ്റെ ഡാഡിയൊക്കെ പോകും, അല്ലെങ്കിൽ പള്ളിയിൽ പോകാറുണ്ട്, ചർച്ചിലൊക്കെ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഏരിയയിൽ അറിയാം ഇന്ന വീട്ടിലെ കുട്ടിയാണ്, നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം. മാത്രമല്ല അവനെ എല്ലാവർക്കും അവിടെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വിടാം, അവരൊറ്റയ്ക്ക് പോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ആ ഒരു നമ്മുടെ പരിധിക്ക് പുറത്ത് നമ്മളെ തിരിച്ചറിയാത്ത പ്രദേശത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വിടരുത്. കാരണം ആൾക്കാർക്ക് അറിയില്ല ഈ കുട്ടിക്ക് ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇന്നും പുതുതലമുറക്ക് അറിയില്ല എന്ന് പറയാം. എല്ലാവരും അല്ല കേട്ടോ, ഇതുപോലെയുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് അതിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അതിനെന്ത് കുഴപ്പമുണ്ട്, ആ കുട്ടി ഭിന്നശേഷിക്കാരനാണെന്ന് അതിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത്രയും തല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണ്? MDMA അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുക. MDMA അടിച്ചിട്ടുണ്ട് അത്ര. ഇപ്പൊ ആർക്ക് ഇപ്പം നമുക്കറിയാലോ, ഇപ്പൊ ഒരാൾ റോട്ടിൽ കൂടി പോകുന്നു, ബൈക്കിന് പോകുന്നു, തലറിങ്ങി വീണാലും പറയും അത് കുടിച്ച് പറ്റായിട്ട് കിടക്കണേ, ചിലപ്പോൾ സ്ട്രോക്ക് ആയിരിക്കാം, ചിലപ്പോൾ അറ്റാക്ക് ആയിരിക്കാം. ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത് പറ്റായിട്ട് വീഴുന്നു, കുടിച്ച് വീഴുന്നു എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഈ ഒരു പയ്യനെ തല്ലുമ്പോൾ MDMA അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് തല്ലുമ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ടെന്നാണ് ആ കുട്ടിയുടെ വാപ്പ പറയുന്നത്. ആ സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ, തല്ലരുതെന്ന് പറഞ്ഞിട്ടും തല്ലുവാങ്ങ്. ഇപ്പൊ ലൈസൻസ് ആണല്ലോ, കാരണം എന്താ, ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് തല്ലുക. അപ്പൊ ഈ തല്ലുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു നിലാവെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ചിലപ്പോൾ അവരുടെ സഹോദരന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ആ കുട്ടിയും ക്രൂരമായി മർദ്ദിക്കുന്നു ഈ മലപ്പുറത്ത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇന്നത്തെ ഒരു ദിവസം വാർത്ത ഇനി നോക്കിയ ഇഷ്ടമാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളം ഒരു വിധത്തിലും സുരക്ഷിതമല്ല എന്ന് വീണ്ടും 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 തെളിയിക്കുന്ന വാർത്തകളാണ് വരുന്നത്. വീഡിയോ കാണിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ല. ആ കുട്ടി വീഡിയോ അടക്കമാണ് കാണിച്ചത്, എന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോ ആർക്കും ആരെയും തല്ലാം, ആർക്കും ആരെയും ഉപദ്രവിക്കാം, അതിനുള്ളൊരു ലൈസൻസ് ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയാസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. എപ്പോഴാണെന്നറിയോ, കേരളത്തിന് പുറത്ത്, കേരളത്തിന് വെളിയില് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അയ്യോ കേരളത്തിന് വെളിയിൽ ഇങ്ങനെ സംഭവിച്ചു, ഇത് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിലൊന്നും പ്രശ്നമില്ല, അവരതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കും ആരെയും ദേഹത്ത് കൈവെക്കാനോ തല്ലാനോ അധികാരമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് വേണ്ടിയിരിക്കുന്നതാണ് ഈ പോലീസ് സ്റ്റേഷൻ. ജനങ്ങളുടെ പരാതിക്ക് വേണ്ടിയിരിക്കുന്നതാണ് ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR ഇടുന്നു. അതിന് മുകളിലുള്ള സംഭവമാണ് കോടതി എന്ന് പറയുന്ന 3 അക്ഷരം. കോടതി അവരാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് കോടതിയുണ്ട്. അതിനപ്പോ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നൊരു സംഭവങ്ങളാണ് അതൊക്കെ. അതിപ്പോ മനുഷ്യന്മാർ തന്നെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കോടതിയും പിരിച്ചിടാം, പോലീസ് സ്റ്റേഷനും പിരിച്ചിടാം, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ച് സാമാന്യം ബുദ്ധി ഉപയോഗിച്ച് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരാൾ ഒരു കള്ളൻ വീട്ടിൽ കയറി കുത്താൻ വരുമ്പോൾ പോലീസിൽ വിളിച്ചു പറയാന്നും പറഞ്ഞ് നിൽക്കരുത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്വയരക്ഷ നോക്കണം. പക്ഷേ അത് കള്ളനല്ല, അതൊരു സുഖമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങൾ കയ്യേറ്റം ചെയ്യാതെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കുക, പോലീസ് തീരുമാനിക്കട്ടെ. ഇതിപ്പോ ആ കുട്ടി ആ വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിച്ചു, കൊന്നു, അല്ലെങ്കിൽ തല്ലാൻ ചെന്നു, മാല മോഷ്ടിക്കാൻ ചെന്നു ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ആ കുട്ടി ആരും ഉപദ്രവിച്ചിട്ടില്ല, അത് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അത് ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് മൊബൈൽ എന്നാണ് വായിൽ വരുന്നത്. ചാർജ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ, അതായത് ഈ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അകത്തേക്ക് കയറി ചെന്നു. അതിന് അത്രയും ചിന്തിക്കാനുള്ള 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ, അത്രയും ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല, അത്രയൊന്നും ചിന്തിക്കുന്നില്ല. വീട്ടുകാരും ഭയന്നിട്ടുണ്ടാവും, ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല കേട്ടോ, അവരും ഭയന്നിട്ടുണ്ടാവും. പക്ഷെ ഈ തല്ലിയ ആൾക്കാർക്ക് നിങ്ങൾ അടിച്ചു, 1-2 അടി അടിച്ചു എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷെ ഫേസ് ഫുള്ള് പാടുകൾ, ബാക്ക് ഫുള്ള് പാടുകൾ ഇങ്ങനെ കിടക്കുക. അതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ മുറിഞ്ഞേക്ക്, ഇത്രയും വീതിയിൽ ഇങ്ങനെ മുറിഞ്ഞേക്കുന്നു. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ നമ്മൾക്ക് സഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുപോലെ ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തിയോട് നിങ്ങളുടെ മകനായിട്ട് ആ നിലാവിന്റെ സഹോദരന്മാർക്ക് എന്താണ് പ്രശ്നമെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു പെൺകുട്ടിയല്ലേ, 19 വയസ്സുള്ളത്, നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ. നിങ്ങളുടെ മകളെയാണ് ആരെങ്കിലും ഇങ്ങനെ തല്ലുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്? ദയവ് ചെയ്ത് കുറച്ച് സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചിട്ട് പെരുമാറാൻ ശ്രമിക്കും.
അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ വീഡിയോസ് എല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് സമൂഹത്തിന്, അതായത് പുതുതലമുറയ്ക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മളത് ചീത്ത മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം ആർക്കും ആരെയും തല്ലാം അല്ലെങ്കിൽ ആർക്കും ആരെയും കയ്യേറ്റം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളൊരു റോങ് മെസ്സേജാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പുതുതലമുറയ്ക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് എന്തിനാണ് കൊടുക്കുന്നത്? ആർക്കും ആരും ഉപദ്രവിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു വ്യവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുറച്ചല്ലേ, നമ്മൾക്കും മക്കളുണ്ട്, നമ്മൾക്ക് സഹോദരങ്ങളുണ്ട്, എല്ലാവരൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കും അങ്ങനെ ആരെയും കയറി കയ്യേറ്റത്തിന് ആവശ്യമില്ല. അതിന് പോലീസുണ്ട്, കോടതിയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിയമത്തിന്റെ വഴിയിലൂടെ മാക്സിമം പോകാൻ ശ്രമിക്കുക. അതല്ലാതെ ഉപദ്രവം ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കാന്നല്ലാണ്ട് നമ്മുടെ നാട് നശിയെന്നല്ലാണ്ട്. ഇനിയിപ്പോ ഈ ഒരു വൈരാഗ്യം തീർക്കാൻ ചിലപ്പോൾ ഇവരുടെ ആൾക്കാർ അവരെ തല്ലുക, അവരിങ്ങോട്ട് തല്ലുക, ഈ തല്ലിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അതല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതകത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിലോ എത്തും. അപ്പൊ അതിനൊന്നും വഴി തളിക്കാതെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കാം. മിക്കവാറും അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നം ചെറിയൊരു ഇഷ്യൂ ആയിരിക്കാം. അത് പറഞ്ഞു തീർക്കുക, തല്ലി തീർക്കാതെ പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഷൈജു എന്ന് പറയുന്ന ആളെടുത്ത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മകനുമായിട്ട് ഈ കുട്ടിയുടെ സഹോദരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് കുടുംബം നോക്കുന്നത്, ഇവർ അമ്മമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടികളാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വേറെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് പ്രായത്തിന്റെ ഒരു പക്വതയെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണിക്കാമായിരുന്നു. നിങ്ങളുടെ മകളുടെയോ മകന്റെയൊക്കെ പ്രായമുള്ള കുട്ടികളായിരുന്നു അവര്. അപ്പൊ അങ്ങനെ കയ്യേറ്റം ചെയ്യേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. അതിനി കുടിച്ചിട്ടാണെങ്കിലും ശരി, കുടിക്കാണ്ട് ബോധത്തോടെ ആണെങ്കിലും ശരി, ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ന്യായീകരിക്കാനും പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ പുതുതലമുറയ്ക്ക് ഇതൊന്നും ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പുതുതലമുറയ്ക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയത് റോങ് മെസ്സേജ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും കോടതി നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ശരി, ആർക്കും അങ്ങനത്തെ ഒരു ദുരവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ. ധൈര്യമായിട്ട് പുറത്തിറങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ എല്ലാവരോടും പറയുന്നു. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നു. ആ ഗോഡ്സ് ഓൺ കൺട്രി ആണ് അത്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആർക്കും ഒരവസ്ഥയും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.